നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്നും കൊള്ള ചെയ്ത ബാക്കി സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കാനും ഹൈക്കോടതി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ജുവലറി ഉടമ ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടായിരുന്നു ജസ്റ്റിസ് എ ബദ്രുദ്ദീന്റെ ഉത്തരവ്. ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിന് ആശുപത്രിയിൽ തുടരാൻ മാത്രം ഗുരുതരമായ അസുഖമുണ്ടോ എന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധിക്കാനും ഇതിന്റെ റിപ്പോർട്ട് ഈ മാസം 27-നകം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്ന് കോടതി പറഞ്ഞു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കൊള്ള പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. 2 കേസുകളായി 4 കിലോ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത്. ഇതിൽ 475 ഗ്രാം സ്വർണം മാത്രമാണ് കണ്ടെടുക്കാനായിട്ടുള്ളത്. കൊള്ള ചെയ്ത ബാക്കി സ്വർണം എവിടെയെന്നാണ് കണ്ടെത്തേണ്ടതുണ്ടെന്നും ഇതിന് അന്വേഷണം ഊർജിതപ്പെടുത്താനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. അതേസമയം ഈ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണം തടസ്സപ്പെടുമെന്നടക്കമുള്ള വാദം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എ പത്മകുമാർ മുൻ MLAയും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ സ്വാധീനിക്കാനും ശേഷിയുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകാൻ കഴിയില്ല. ഗോവർദ്ധൻ തനിക്ക് സ്വർണം കിട്ടിയെന്നും എന്നാൽ ഇതിന്റെ വില നൽകിയെന്നും പറയുന്നു. എന്നാൽ ഇത്ര വലിയ കുറ്റകൃത്യത്തിലെ അന്വേഷണം നടക്കുമ്പോൾ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ മുൻപ് നിരസിച്ചതാണ്. അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്ന് കാട്ടിയാണ് വീണ്ടും ജാമ്യത്തിന് അപേക്ഷിച്ചത്. എന്നാൽ അന്വേഷണം പാതി വഴിയിലേ ആയുള്ളൂ. ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നതടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ കോടതിയുടെ മുൻപാകെ ഇല്ലെങ്കിലും KP ശങ്കർദാസിന്റെ അറസ്റ്റ് സംബന്ധിച്ച് കോടതി ഇന്നും ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. കഴിഞ്ഞ തവണ മറ്റു പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി പരാമർശങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് അന്വേഷണം വീണ്ടും ഊർജിതമായത്. അതിനുശേഷം പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിജയകുമാറും KP ശങ്കർദാസും അറസ്റ്റിലായി. ശങ്കർദാസിന്റെ അറസ്റ്റ് ആശുപത്രിയിൽ വെച്ച് നേരത്തെ തന്നെ രേഖപ്പെടുത്താമായിരുന്നെങ്കിലും ജനുവരി 4-ന് മാത്രമാണ് അത് ചെയ്തത്. ശങ്കർദാസിന് ആശുപത്രിയിൽ തുടരാൻ ഗുരുതര രോഗമുണ്ടോ എന്ന കാര്യം മെഡിക്കൽ ബോർഡ് പരിശോധിക്കണം. ജയിലിൽ ചികിത്സ തുടരാനാകുമോ എന്നതടക്കമാണ് പരിശോധിക്കേണ്ടത്. ഈ മാസം 27-ന് മുൻപ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കോടതിയുടെ നിർദ്ദേശം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷ ബഹളം നടക്കുകയാണ് നിയമസഭയിൽ. അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. സഭ തുടങ്ങിയതോടെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം തുടങ്ങി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അരങ്ങേറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. SITക്ക് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഇതിന് മറുപടിയുമായി MP രാജേഷ് ഉടൻ തന്നെ രംഗത്ത് വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടായിരുന്നു MP രാജേഷ് പ്രതികരിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണ് എന്നായിരുന്നു MP രാജേഷിന്റെ രൂക്ഷ വിമർശനം. പ്രതിപക്ഷത്തിന് വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമെന്ന ഭയമാണ്, ഇത് ഭീരുത്വമാണ്, തിണ്ണമിടുക്ക് കാണിക്കുന്നു എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് മന്ത്രി MP രാജേഷ് പ്രതിപക്ഷത്തിനെതിരെ നടത്തിയത്. ഇതോടെ പ്രതിപക്ഷം ബഹളം വെച്ച് നടുത്തളത്തിൽ ഇറങ്ങുകയും നടുത്തളത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇതോടെ പ്രതിരോധിക്കാൻ ഭരണപക്ഷ MLAമാരും എഴുന്നേറ്റു. ബാനർ കൊണ്ട് സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറിയത്. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. പോറ്റി പാട്ടും പ്ലക്കാർഡുകൾ ഉൾപ്പെടുത്തിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പാരഡി പാട്ടുപാടി പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ സ്വർണം കെട്ടത് ആരപ്പ എന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കൂവെന്നും ഹൈക്കോടതിയിൽ തോറ്റപ്പോൾ സഭയിൽ സമരം ചെയ്യുകയാണെന്നും MP രാജേഷ് രൂക്ഷമായി വിമർശിച്ചു. യഥാർത്ഥ പ്രതികൾ അകപ്പെടുന്ന ദിവസം പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. ഇതോടെ പാരഡി പാട്ട് പാടി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു നിയമസഭയ്ക്കുള്ളിൽ. ഇതോടെ ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ച് എഴുന്നേറ്റു. സ്വർണം കെട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് തിരിച്ചു പാടിയായിരുന്നു ഭരണപക്ഷ പ്രതിരോധം. മന്ത്രി V ശിവൻകുട്ടിയും പോറ്റിയെ പാട്ട് പാടിയതോടെ സഭയിൽ ബഹളം ശക്തമായി. സോണിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നായിരുന്നു V ശിവൻകുട്ടിയുടെ ആവശ്യം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി 2 തവണ പോയത് എന്തിനാണെന്നും സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തുവെന്നും V ശിവൻകുട്ടിയുടെ വിമർശനം. ഇത് ഏറ്റുപിടിച്ച് മന്ത്രി വീണ ജോർജും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. പ്രതിപക്ഷം ഒളിച്ചോടുന്നുവെന്നും കളവ് ചെയ്തത് പ്രതിപക്ഷമാണെന്നും മന്ത്രി വീണ ജോർജിന്റെ വിമർശനം. ഇതിനിടെ നന്ദി പ്രമേയ ചർച്ചയിലേക്ക് കടന്നു. എന്തായാലും അതിരൂക്ഷമായ വിമർശനങ്ങൾ, വിമർശന പെരുമഴകൾ, പ്രതിഷേധങ്ങൾ, പ്രതിപക്ഷ ബഹളം, ഭരണപക്ഷ ബഹളം. പോറ്റിയെ കയറ്റിയ പാട്ട് വീണ്ടും നിയമസഭയിൽ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷം പാടുന്നു, തിരിച്ച് പ്രതിരോധിക്കാൻ ഭരണപക്ഷവും പാടുന്നു. വലിയ രീതിയിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഈ ഒരു നിയമസഭയ്ക്കുള്ളിൽ അരങ്ങേറിയിരിക്കുന്നത്. അതേസമയം
ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഇഡിയുടെ നടപടി തുടങ്ങിയിരിക്കുകയാണ്. എൻ വാസു, മുരാരി ബാബു എന്നിവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള നടപടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാറിന്റെ സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടും. കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ മൂല്യത്തിന് തത്തുല്യമായ തുകയ്ക്ക് ആനുപാതികമായാവും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത്. കേസിലെ വിവിധ പ്രതികളുടെ 1 കോടി രൂപ മൂല്യം വരുന്ന 8 സ്ഥാവര സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന വ്യാപകമായി ഇഡി നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സുപ്രധാന നടപടിയിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 കിലോഗ്രാം സ്വർണവും കണ്ടെത്തിയതായി ഇഡി വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ 2019 മുതൽ 2024 വരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവിധ രേഖകളും മിനിറ്റ്സും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. സ്വർണം ചെമ്പാക്കി മാറ്റിയ സുപ്രധാന ഫയലുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു. ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ കിട്ടിയെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. 21 കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇഡി വ്യാപക റെയ്ഡ് നടത്തിയത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും പരിശോധന ശക്തമാക്കുകയുണ്ടായി. അതേസമയം ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ഇടയാക്കിയത് കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചത് ഇത് ദോഷമെന്ന ദൈവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. ഇത് തെളിയിക്കുന്ന നിർണായക ദേവപ്രശ്ന ചാർത്തടക്കമുള്ളവ പുറത്തു വന്നിട്ടുണ്ട്. കൊടിമരത്തിന്റെ മുകളിൽ ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്, ജീർണത ലക്ഷണമുണ്ടെന്നാണ് ചാർത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന് പ്രശ്നത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18-നാണ്. UDF സർക്കാർ നിയോഗിച്ച MV ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡായിരുന്നു ആ സമയം. അതോടെ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിലും അടങ്ങിയ ബോർഡാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് പിന്നിലെന്ന ആക്ഷേപത്തിന് പ്രസക്തിയില്ലാതായിരിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരാജ് ഇവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലുടൻ വാങ്ങും. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി മുരാരി ബാബു സമർപ്പിച്ച ജാമ്യ ഹർജികൾ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇരു കേസുകളിലും ജാമ്യം കിട്ടിയാൽ മുരാരി ബാബു ജയിൽ മോചിതനാകും. ഇത് SITക്ക് വീണ്ടും തിരിച്ചടിയായി മാറും. എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനും ഇന്ന് നിർണായകം. വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വാസുവിന്റെ അപ്പീൽ. അന്വേഷണത്തിലെ പ്രധാന നടപടികൾ തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ല എന്നാണ് വാസുവിന്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. ശബരിമലയിൽ വൻ ക്രമക്കേടാണ് നടന്നതെന്ന് ശങ്കർ ദാസിന്റെ ഹർജി പരിഗണിക്കവേ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങളോടെയാണ് വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ജനുവരി 9 രജിസ്റ്റർ ചെയ്ത കേസിൽ ഇഡി അന്വേഷണം ശക്തമാക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വർഷങ്ങളായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് നടന്നത്. ഒരു ഘട്ടത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നും ആചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ തട്ടിപ്പുണ്ടോ എന്നുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്പോൺസർഷിപ്പിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നുള്ള സംശയവും ഇഡിക്കുണ്ട്. ഇത്തരത്തിൽ വർഷങ്ങളായി കൊടിമരം ഉൾപ്പെടെ ആരൊക്കെയാണ് സ്പോൺസർ ചെയ്തതെന്നും അവർ ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടുകളും പരിശോധിക്കും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് പുറമെ ആചാരങ്ങളും വഴിപാടുകളുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുകൾ നടന്നതായി സംശയിക്കുന്നുവെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ, അതുവഴി പ്രതികൾ എത്രത്തോളം സ്വത്തുവകകൾ സമ്പാദിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയാൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് സംഘം കടക്കും.